ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 22 ശനി. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും, ലേഖനം 2 തെസ്സലോനിക്ക 2 അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. യാത്രയുടെ തിരക്ക് വന്നപ്പോൾ 2 ദിവസം ഇടയ്ക്കൊന്ന് ബ്ലസ് മുടങ്ങി. പക്ഷേ ആ 2 ദിവസം മുടങ്ങിയത് അതങ്ങനെ അങ്ങ് മുടങ്ങട്ടെ എന്ന് വിചാരിക്കാതെ തിരിച്ചു വരാനുള്ള ശ്രമമാണ് വീണ്ടും. അപ്പം നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. ഒരു ദിവസം 2 ദിവസമൊക്കെ ബ്ലസ് മുടങ്ങുമ്പോൾ യാത്രയിലായിരിക്കും, ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തേക്കണം. ചിലപ്പോൾ ചില അസൗകര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടൊക്കെ വരുവേ. നമ്മൾ ബ്ലസ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടു നടന്നെടുക്കുക, ഡെയിലി അന്നത്തേക്കുള്ള അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്, നേരത്തെ എടുത്ത് വെക്കുന്നതല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബ്ലസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നിടത്തായിരിക്കും എന്തെങ്കിലും സൗണ്ട്, നോയ്സ്, അവിടെ കൺസ്ട്രക്ഷൻ വല്ലതും നടക്കുന്നു, എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എടുത്തു വെക്കും, പ്രോപ്പർ നെറ്റ് കിട്ടുകയില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ 1-2 ദിവസമൊക്കെ മുടങ്ങുന്നത്. നീളൻ മുടങ്ങൽ നേരത്തെ പറയാറുള്ള ഒരല്പം അലസത കയറി വരുന്നതായിരിക്കും. അല്ലാതെ 1-2 ദിവസമൊക്കെ മുടങ്ങുന്നത് അങ്ങനെയായിരിക്കും എന്നോർത്ത് ഒന്ന് പ്രാർത്ഥനയിൽ ഓർത്തേക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗം എടുക്കാം, ബൈബിൾ എടുക്കാം. മത്തായി സുവിശേഷം 11 അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ജാലഹള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങി ഞായറാഴ്ച വരെ ഇവിടെ ധ്യാനമാണ്. ഇവിടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്തേക്ക്. ജാലഹള്ളി സെയിൻറ്റ് തോമസ് ഫൊറോന പള്ളിയിൽ ധ്യാനമാണ്. ഒത്തിരി പേര് ധ്യാനം കൂടാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളാകാൻ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗമുണ്ടല്ലോ, ഈ മത്തായി 11, 20 മുതൽ 24 വരെയുള്ള ആ വാക്യങ്ങൾ. അവിടെ ഈശോ പറയുന്നൊരു ശൈലിയുണ്ട്. അതാണ് 21 വാക്യം. കൊറാസീൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, കഫർനാമേ നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടുവെന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. കാരണം സോദോം സംഭവിച്ചിരുന്നെങ്കിൽ നിന്നോട്. അപ്പോൾ ടൈർ, കൊറാസീൻ, ബെത്സൈദ, കഫർനാം, ഈ നഗരങ്ങളോട് കർത്താവ് ഇങ്ങനെ കലഹിക്കുകയാണ്. എന്തു പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് അവർക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ അവരെത്ര പണ്ടേ അനുദപിക്കുമായിരുന്നു. നമ്മളപ്പോൾ തുടങ്ങേണ്ടത് അനുദപിക്കുന്നു എന്ന വാക്കാണ്. പുറകിൽ തുടങ്ങാം. അനുദപിക്കുമായിരുന്നു. എന്താ അനുതാപം? കർത്താവിലേക്ക് ടേൺ തിരിയുമായിരുന്നു, കർത്താവിലേക്ക് തിരിച്ചു വരുമായിരുന്നു. ഞാൻ നിങ്ങളോട് കാട്ടിയ ആ സ്നേഹമുണ്ടല്ലോ, നിങ്ങളോട് കാട്ടിയ കരുണ അവരോട് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ അവരെത്ര പണ്ടേ അധികമായിട്ട്, ഇതുപോലൊന്നുമല്ല, അധികമായിട്ട് തിരിച്ചെൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. ശരിക്കും നമ്മളെ കൊളുത്തി വലിക്കേണ്ട വാക്കുകളാണത്. ശരിക്കും നമ്മൾ ഇരുന്ന് ധ്യാനിക്കാൻ മാത്രമുണ്ട് പ്രിയമുള്ളവർ. അതായത് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്ന കോക്കയാണെന്ന്. ചിലർ പറയും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ എൻ്റെ സമ്പത്തിൻ്റെ പങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ, കുറ്റം പറയുകയല്ല. നിങ്ങൾ ഓർത്തേക്കരുത്, നാക്കെടുത്താൽ കുറ്റമേ പറയുള്ളൂ, കുറ്റം പറയുന്നതല്ല, അഭിനന്ദിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത്, എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായിട്ടാണോ ഞാൻ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്? അതാണ് കർത്താവ് ചിന്തിക്കുന്നത്. ശരിക്കും പ്രപ്പോർഷണേറ്റ് ആണോ? ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കും ദൈവത്തിനും അറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്തോരമാണെന്ന്. ആ ലഭിച്ചിരിക്കുന്നതിന് ആനുപാതികമായിട്ട് കൊടുക്കാൻ അത് കർത്താവിനും ചുറ്റുമുള്ളവർക്കും, ഉടയവനും ആ കൂടപ്പുറപ്പുകൾക്കും ചുറ്റുമുള്ളവർക്കും സഹോദരങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ശരിക്കും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണം എൻ്റെ കേസ് പറയാം. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ പറ്റുന്ന പോലൊക്കെ വചനം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ധ്യാനം കൊടുക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അപ്പോഴും ഞാൻ ഇടയ്ക്കിരുന്ന് ധ്യാനിക്കേണ്ടത്, കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കാനും വ്യാഖ്യാനിക്കാനും എളിയവനായ എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ കൃപ, അതൊരു കഴിവല്ല, അതൊരു കൃപയാണ്. ആ കൃപ മറ്റൊരാൾക്ക് കർത്താവ് നൽകിയിരുന്നെങ്കിൽ അവരെ എത്ര അധികമായി ചെയ്യുമായിരുന്നു എന്നെപ്പോഴും ചിന്തിക്കും. അതുകൊണ്ട് നമുക്ക് ആർക്കും ഉണ്ടല്ലോ ഒരു പരിധിക്കപ്പുറത്ത് അഭിമാനിക്കാനൊന്നുമില്ല. ഈ നമുക്ക് തന്നത് വേറൊരാൾ കൊടുത്തിരുന്നെങ്കിൽ അവർ കുറെ കൂടെ ഹാർഡ് വർക്ക് ചെയ്യത്തില്ലായിരുന്നോ? കുറെ കൂടെ അവർ പരിശ്രമിക്കത്തില്ലായിരുന്നോ? അതുകൊണ്ടപ്പോൾ നമ്മളെല്ലാ കാര്യവും അങ്ങനെ അസസ് ചെയ്യണം. കർത്താവിൻ്റെ സങ്കടമാണത്. അത് കറക്റ്റായിട്ട് കർത്താവിൻ്റെ ആ സങ്കടം നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നത്തെ ഭാഗം അല്ലെങ്കിൽ കൂടി, വചനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടി എനിക്കത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നറിയുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് 5-ാം അധ്യായം.
ഇതിനു മുമ്പ് നമ്മൾ ശാലോമിലൊക്കെ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം എടുത്ത് ബൈബിളുള്ളവർ എടുത്താൽ അതിനകത്ത് ഈ സുന്ദരമായ വാക്ക് കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. എല്ലാവരുടെയും ബൈബിൾ ഉള്ളവർ വേഗം എടുത്താൽ നല്ലത്. യെശയ്യാ 5-ൽ ഇതിങ്ങനെയാണത്. 4-ാമത്തെ വാക്യം, യെശയ്യാ 5:4. എൻ്റെ മുന്തിരിത്തോപ്പിന് വേണ്ടി. ആരാണ് ഈ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്? ഇത് എഴുതുന്ന കാലത്ത് ഇസ്രായേൽ, ഇത് വായിക്കുന്ന കാലത്ത് നമ്മൾ. കർത്താവ് ചോദിക്കുകയാണ്, കർത്താവ് ആ ഭാഗം എങ്ങനെയാണ്? കർത്താവ് ഒരു മുന്തിരിത്തോട്ടം നനച്ചു വളർത്തിയെടുത്തു. കർത്താവിന് പ്രിയപ്പെട്ടൊരു മുന്തിരിത്തോട്ടം, നല്ലത് കിട്ടുമെന്ന് കർത്താവ് പ്രതീക്ഷിച്ചു സ്വാഭാവികമായിട്ടും, കാരണം ചെയ്യുമെന്നെല്ലാം കർത്താവ് ചെയ്തു. പക്ഷെ കിട്ടിയതാകട്ടെ കാട്ടുമുന്തിരിപ്പഴം. ആ നേരത്തെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണിത്. യെശയ്യാ 5:4. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ മുന്തിരിത്തോപ്പിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ ഇനി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ ഈ അകൃത്യങ്ങളുമായി കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, നന്ദികേടിൻ്റെ, അശുദ്ധിയുടെ, അവിശ്വസ്തതയുടെ കാട്ടുമുന്തിരിപ്പഴവുമായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ചോദിച്ചു പോകുന്ന ചോദ്യമായത്, എടി നിനക്ക് വേണ്ടി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഉത്തരം നൽകിയിട്ടില്ലേ? നീ സങ്കടപ്പെട്ട കാലങ്ങളിൽ ഞാൻ വന്ന് ചാരത്തിരുന്നിട്ടില്ലേ? ഇനിയൊരു ചുവട് വയ്ക്കാൻ ആവതില്ലെന്ന് വിചാരിച്ച് കിതച്ചു പോയൊരു കാലത്ത്, തളർന്നിരുന്നൊരു കാലത്ത് ഞാൻ കൈപിടിച്ച് നടത്തിയിട്ടില്ലേടാ? കുറ്റാക്കൂരിട്ട് മുമ്പിൽ കണ്ടൊരു കാലത്ത് ഞാൻ നിനക്ക് മുമ്പിൽ തിരിയായി തെളിഞ്ഞിട്ടില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമായിരുന്നു? കർത്താവിൻ്റെ ചോദ്യമാണ്. കൊറാസീൻ, നിനക്ക് ദുരിതം. ബെത്സൈദ, നിനക്ക് ദുരിതം. ഖഫർനാമേ, നിനക്ക് ദുരിതം. നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ അവരെത്രയധികമായി എൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുമായിരുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ശരിയാണ്, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അതിൻ്റെ സങ്കടവും അതിൻ്റെ മുഖം വീർപ്പിക്കലും ഒക്കെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ തന്ന കരുണയെ മറക്കരുത്. കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപയെ മറക്കരുത്. എന്തോരം തന്നു കർത്താവ്. അതിനാനുപാതികമായി കർത്താവിന് കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് അനീതിയാണ്. ഗിവിങ് വൺസ് ഡ്യൂ. അർഹതപ്പെട്ടത് കൊടുക്കണ്ടേ? ഇത്രയും തന്ന കർത്താവിന് തിരിച്ചു കിട്ടാൻ അവകാശവും അർഹതയില്ലേ? കർത്താവിന് പ്രതീക്ഷിക്കാൻ അവകാശമില്ലേ നല്ലത് തരുമെന്ന്? അങ്ങനെ അനീതിയിൽ ജീവിക്കരുത്. നല്ലത് നൽകിയവന് നല്ലത് തിരിച്ചു കൊടുക്കാതെ ജീവിക്കുമ്പോൾ അത് അനീതിയിലുള്ള ജീവിതമാകും. അതാണ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്ക് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ അവസാനത്തെ വാക്യം, തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ. എന്താണ് സത്യം? കർത്താവ് തമ്പുരാൻ, അവൻ്റെ സ്നേഹം. അവസാനത്തെ വാക്യം ഇത് അടിവരയിട്ട് വെച്ചു. നമ്മുടെ ജീവിതത്തോട് ഇതിങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക. സത്യത്തിൽ വിശ്വസിക്കാതെ. സത്യം എന്താ? കർത്താവാണ് എൻ്റെ ഉടയവൻ, അവനാണ് എന്നെ പരിപാലിച്ചത്, അവനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ സത്യം തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. എന്താണ് അനീതി? അർഹതപ്പെട്ടത് കൊടുക്കാതിരുന്നു. കർത്താവിന് അർഹതപ്പെട്ട ആരാധന, അർഹതപ്പെട്ട തിരിച്ചുള്ള സ്നേഹം, അവൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള തിരിച്ചുവരവ് കൊടുക്കാതിരുന്നു. രണ്ടാമത്തെ അനീതി എന്താ? കർത്താവ് എനിക്ക് നൽകിയതെന്തിനാ? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അവനെ പഠിപ്പിച്ചിട്ട് പോയതെന്താ? മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹം നീ നൽകാതിരുന്നപ്പോൾ നീ അനീതിയാണ് ചെയ്തത്. കാരണം നിനക്ക് കർത്താവ് നൽകിയത് അവർക്ക് വേണ്ടി കൂടിയായിരുന്നു. ചിലർ ചോദിക്കും, ഞാൻ അധ്വാനിച്ചു, ഞാൻ പണിയെടുത്തു, ഞാൻ ഉണ്ടാക്കി, ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കില്ലേ എന്ന് ചോദിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അധ്വാനിച്ചവരെല്ലാം സമ്പന്നരായിട്ടില്ലല്ലോ, പണിയെടുത്തവർക്കെല്ലാം മെച്ചം കിട്ടിയിട്ടില്ലല്ലോ. അപ്പം നിനക്ക് കർത്താവ് അങ്ങനെ ഒരു കാരുണ്യം കാണിച്ചെങ്കിൽ നിന്നോട്, അതിൻ്റെ അർത്ഥം നീ വഴി മറ്റാരൊക്കെയോ അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ കയ്യിൽ കർത്താവ് വിശ്വസിച്ചേൽപ്പിച്ചതാണ് നിനക്കുള്ള സമ്പത്തും നിന്റെ കഴിവും നിന്റെ ആരോഗ്യവും നിന്റെ സമയവും. അതിൻ്റെ പങ്ക് കൊടുക്കാതിരിക്കുന്നത് അനീതിയാണെന്ന് ഓർക്കണേ. അതുകൊണ്ട് ഒരിക്കലും കർത്താവ് നമ്മളെ നോക്കി സങ്കടപ്പെടാതിരിക്കട്ടെ. എടാ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ അവരെത്ര മെച്ചപ്പെട്ട ജീവിതം ജീവിക്കുമായിരുന്നു എന്ന ഒരു സങ്കടം നമ്മുടെ മുഖത്ത് നോക്കി
കർത്താവ് സങ്കടപ്പെടാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞ എണ്ണമില്ലാത്ത കൃപകൾക്ക്, നിന്റെ അവസാനിക്കാത്ത കാരുണ്യത്തിന് നന്ദി. ആ കൃതജ്ഞതാബോധത്തോടെ ഞങ്ങൾ എല്ലാ കാലവും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. ആ കൃതജ്ഞത, ആ നന്ദി നിന്നോട് ആരാധനയായും ചുറ്റുമുള്ളവരോട് സ്നേഹമായും ഞങ്ങൾ പ്രകടിപ്പിക്കട്ടെ.